ഹായ് എവ്രി വൺ വെൽക്കം ബാക്ക് ടു യൂട്യൂബ് ചാനൽ. അപ്പോൾ ഇന്ന് നമ്മളൊരു ചലഞ്ചുമായിട്ടാണ് വരുന്നത്. അതായത് ഒരു 10 പൗണ്ട് ചലഞ്ച്, ഒരു 10 പൗണ്ട് ഡേറ്റ് ചലഞ്ച്. അപ്പോൾ ചിന്നുവിൻ്റെ കയ്യിൽ ഞാനൊരു 10 പൗണ്ട് കൊടുക്കും, അതായത് നമ്മുടെ നാട്ടിലത്തെ ഒരു 1000 രൂപ. അപ്പോൾ അതിന് ചിന്നുവിന് എന്തൊക്കെ കാര്യങ്ങൾ മേടിക്കാൻ പറ്റും എന്നുള്ളതായിരിക്കും ഞങ്ങളിന്ന് ചെയ്യാൻ പോകുന്നത്. സോ നമ്മൾ ഇന്ന് ഫസ്റ്റിലാണ് നമ്മൾ പോകുന്നത് H&M'iലേക്കാണ്. H&M'ൽ നിന്ന് നമുക്ക് എന്തൊക്കെ സാധനങ്ങളാണ് 10 പൗണ്ട്സിന് മേടിക്കാൻ പറ്റുന്നത്. 10 പൗണ്ടിന് കിട്ടുമോ എന്നുള്ളത് എനിക്ക് അറിയത്തില്ല. H&M is a high end brand shop, so നമുക്ക് 10 പൗണ്ടിന് നമുക്കൊന്നും കിട്ടാൻ ചാൻസ് ഇല്ല. ബട്ട് സ്റ്റിൽ ഓഫേഴ്സ് ആർ ഗോയിങ് ഓൺ എവ്രിവെയർ. സോ നമുക്ക് നോക്കാം കിട്ടുമോ ഇല്ലയോ എന്നുള്ളത്. സോ ലെറ്റ്സ് ഗോ ടു ദി ഫസ്റ്റ് ഫ്ലോർ. ഗൈസ്, ചിന്നു ഇവിടെ നന്നായിട്ട് നോക്കുന്നുണ്ട്. നമ്മൾ നോക്കുന്ന കാര്യങ്ങളൊക്കെ എല്ലാത്തിനും അറൗണ്ട് ഒരു 3.99 ആ റേഞ്ചാണ് വരുന്നത്. അപ്പോൾ ചിന്നു പറയുന്നത് H&M'ൽ നിന്ന് നമുക്ക് ഒന്നും ഈ ഒരു ബഡ്ജറ്റിൽ നമുക്കൊന്നും വാങ്ങാൻ പറ്റില്ല. സോ നമുക്ക് പ്രൈമാർക്കിലൊന്ന് പോയി നോക്കാം. അവിടെ നമുക്ക് ഐറ്റംസ് കിട്ടാൻ ചാൻസ് ഉണ്ട്. സം തിങ്സ് ലൈക്ക് നമ്മളുടെ സോക്സ് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ചിലപ്പോൾ ഓഫറിൽ വരും. അതെ, എനിക്കൊരു ഹാൻഡ് ഗ്ലൗസ് വേണമെന്ന് ഞാൻ ചിന്നടുക്ക് കുറേ മുന്നേ പറഞ്ഞായിരുന്നു. അപ്പോൾ ഞങ്ങളുടെ നെക്സ്റ്റ് എന്തൊരു ഹാൻഡ് ഗ്ലൗസ് ആ ഒരു റേഞ്ചിൽ കിട്ടുമെന്ന് നമുക്ക് നോക്കാം. ലൈക്ക് 10 പൗണ്ട്സിൻ്റെ അണ്ടറിൽ എന്താ വരുന്നതെന്ന് നമുക്ക് നോക്കാം കിട്ടുന്നു. ഞങ്ങളെ H&M'ൽ പോയി. H&M'ൽ നിന്ന് ഒരു സാധനവും നമുക്ക് മേടിക്കാൻ പറ്റിയിട്ടില്ല. ഞങ്ങൾ അടുത്തത് പ്രൈമാർക്കിലേക്ക് പോകണം. പ്രൈമാർക്കിന് എന്താ നമുക്ക് മേടിക്കാൻ പറ്റുമെന്നുള്ളത് നോക്കാം. ഓക്കെ, നമ്മളിപ്പോൾ പോകുന്നത് ഫസ്റ്റ് ഫ്ലോറിലേക്കാണ്. അവിടെയാണ് നമുക്ക് ജെൻസിൻ്റെ ഐറ്റംസ് ഒക്കെ ഉള്ളത്. ഇത് ക്ലോസ്റ്റർ സിറ്റി സെൻറ്ററിലുള്ള പ്രൈമാർക്കാണ്. എനിക്ക് തോന്നുന്നത് ഇപ്പോൾ ഓഫേഴ്സ് ഒക്കെ നടക്കുന്നുണ്ട്. അപ്പോൾ ചിലപ്പോൾ നമുക്കൊരു ഗ്ലൗസ് കിട്ടാൻ ചാൻസ് ഉണ്ടാവും. നമുക്ക് നോക്കാം. അവിടെ ഗ്ലൗസ് ഉണ്ടോ? മെൻ ഗ്ലൗസ് എവിടെയാണെന്ന് ചോദിച്ചാൽ എവിടെയൊക്കെ ചോദിക്കും. എടി എവിടെയൊക്കെ ചോദിച്ചാൽ പോരായിരുന്നോ മെൻസിൻ്റെ ഗ്ലൗസ് എവിടെയാണെന്ന്? Hand gloves. It'll probably be either in that corner there, or there's a rack there where there's shoes and like boxes will be there. Alright, thanks mate. Cheers. അപ്പോൾ പുള്ളി പറഞ്ഞത് ഇവിടെ നമുക്ക് ഹാൻഡ് ഗ്ലൗസ് ഉണ്ടെന്നാണ്. അപ്പോൾ ഹാൻഡ് ഗ്ലൗസിൻ്റെ റേറ്റ്സ് എങ്ങനെയാണെന്ന് അറിയത്തില്ല. നമ്മുടെ ബഡ്ജറ്റിൻ്റെ അണ്ടറിൽ വരികയാണെങ്കിൽ നമ്മളൊന്ന് ഹാൻഡ് ഗ്ലൗസ് മേടിക്കുന്നതായിരിക്കും. ഇവിടെയാണോ നോക്കി? As you can see that it's for 1 pound. £1 ഉള്ളൂ. നമ്മുടെ നാട്ടിൽ 100 രൂപയാണ് ഈ ഒരു ഗ്ലൗസിന്. അപ്പോൾ എനിക്കൊരു ഗ്ലൗസ് എന്തായാലും വേണം. ഭയങ്കര തണുപ്പാണ് വന്നുകൊണ്ടിരിക്കുന്നത്. ഇന്ന് വന്നിട്ട് ഒരു വിൻ്റർ ആയതുകൊണ്ട് തന്നെ ഇന്ന് സ്നോഫോൾ ഉണ്ടെന്ന് തന്നെ പറയുന്നുണ്ട്. സോ ബേസിക്കലി ഭയങ്കര തണുപ്പായിരിക്കും ഇനി വരുന്ന ദിവസങ്ങളിൽ. അതുകൊണ്ട് ഒരു ഹാൻഡ് ഗ്ലൗസ് ഭയങ്കര എസെൻഷ്യൽ ആയിട്ടുള്ളൊരു കാര്യമാണ്. ഞാൻ അവിടെ യുക്കിൽ വന്നിട്ട് ഇതുവരെ ഒരു ഹാൻഡ് ഗ്ലൗസ് മേടിച്ചിട്ടില്ല. അപ്പോൾ ഇത് ഫസ്റ്റ് ടൈം ഒരു ഹാൻഡ് ഗ്ലൗസ് എനിക്ക് വേണമെന്ന് പറഞ്ഞായിരുന്നു ഷിന്നിൻ്റെ ഇടയ്ക്ക്. അപ്പോൾ ഗ്ലൗസ് കിട്ടിയിട്ടുണ്ട് £1. But as you can see that it's two pair of hand gloves for £1. അതെ, 2 പേരുണ്ട്. അതായത് 2 പേർ ഗ്ലൗസ് ഉണ്ട്, £1 ഉള്ളൂ. അപ്പോൾ അതെനിക്ക് തോന്നുന്നു നല്ലൊരു ഡീലാണ്. അപ്പോൾ ഞങ്ങൾ എന്തായാലും ഇത് ഗ്രാബ് ചെയ്യാൻ പോവുകയാണ്. ഓക്കെ, ഷിന്നു ബില്ല് ചെയ്യാൻ പോവുകയാണ്. സോ Number 4, please. ഷിന്നു, സോ നമ്മൾ ഹാൻഡ് ഗ്ലൗസ് വാങ്ങിയിട്ടുണ്ട്. ഇപ്പോൾ നമുക്ക് ബാക്കിയുള്ളത് 9 pounds ആണ്, വിച്ച് മീൻസ് 900 rupees. നമുക്കിപ്പോൾ ഞങ്ങളുള്ളത് താഴെ ലേഡി സെക്ഷനിലാണുള്ളത്. ഇവിടെ എന്തെങ്കിലും ബഡ്ജറ്റിന് കിട്ടുമോ എന്ന് ജസ്റ്റ് ഒന്ന് നോക്കാൻ വന്നതാണ്. ജസ്റ്റ് ഒന്ന് നോക്കാം. ഞാൻ സത്യം പറഞ്ഞാൽ പ്രൈമാർക്കിൻ്റെ പ്രൊഡക്ട്സ് ഒന്നും യൂസ് ചെയ്യാറില്ല. അതായത് പ്രൊഡക്ട്സ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ബ്യൂട്ടി പ്രൊഡക്ട്സ് അല്ലെങ്കിൽ അങ്ങനത്തെ കാര്യങ്ങളൊന്നും ഞാൻ യൂസ് ചെയ്യാറില്ല. ഡ്രസ്സസ് ഞാൻ വാങ്ങാറുണ്ട്. പ്രൈമാർക്സ് ഒക്കെ വെറും ചീപ്പ് ബ്രാൻഡാണെന്നാണ് ചിന്നുവിൻ്റെ ഒരു ഇത്. അങ്ങനെയല്ല ഞാൻ പറഞ്ഞത്. ചിന്നു ഫുൾ എക്സ്പെൻസീവ് ആയിട്ടുള്ള സാധനങ്ങൾ മാത്രമേ യൂസ് ചെയ്യാറുള്ളൂ. എൻ്റെ കുറച്ച് സെൻസിറ്റീവ് സ്കിൻ ആയതുകൊണ്ട് ഞാൻ കുറച്ച് നല്ല പ്രൊഡക്ട്സ് എനിക്ക് മേടിച്ച് യൂസ് ചെയ്യാറില്ല, റിസ്ക് എടുക്കാറില്ല. അതുകൊണ്ടാണ്. പക്ഷെ നമുക്ക് നോക്കാൻ വേണ്ടി എനിക്ക് കിട്ടുമോ ഇവിടെ. Sorry.
എന്തെങ്കിലും കിട്ടും. 1 പൗണ്ടിന് നെയിൽ പോളിഷ് ഉണ്ട്. ജസ്റ്റ് എനിക്കൊരു ഗ്ലിറ്റർ നെയിൽ പോളിഷ് വേണം എന്നുണ്ടായിരുന്നു. ലൈക്ക് എനിക്ക് നെയിൽസിൽ ടോപ്പപ്പ് ചെയ്യാനായിട്ട്. അപ്പം ഞാൻ ജസ്റ്റ് ഇപ്പം ഇതൊന്ന് ട്രൈ ചെയ്താലോ എന്ന് നോക്കുവാണ്. നമുക്കിത് ഇപ്പം ജസ്റ്റ് ഒന്ന് കയ്യിലെടുക്കാം. സോ ഇതൊക്കെ നമ്മുടെ ലിപ്സ്റ്റിക് സെഷൻസ് ആണ്. ഇവിടെ നമുക്ക് ലിപ്സ്റ്റിക്സ് 1.5 കിട്ടും. പക്ഷേ ഞാനിത് വാങ്ങിയാലും ഞാനിത് യൂസ് ചെയ്യില്ല. അപ്പോൾ അത് വേസ്റ്റ് ഓഫ് മണി ആയി പോകും. കാരണം ഞാൻ ഇങ്ങനത്തെ ചിന്നു ഇമാതിരി ചീപ്പ് പ്രോഡക്ട്സ് ഒന്നും യൂസ് ചെയ്യത്തില്ല ഗായ്സ്. ഞാൻ നിങ്ങൾക്ക് വീട്ടിൽ വരുമ്പോൾ ഞാൻ കാണിച്ചു തരാം ചിന്നുവിൻ്റെ ഷെൽഫിൽ എന്തൊക്കെ ഇരിക്കുന്നത് എന്നുള്ളത്. ലക്ഷക്കണക്കിന് വിലയുള്ള സാധനമാണ് കോസ്മെറ്റിക്സ് ഐറ്റംസ് ആയിട്ട് മേടിച്ച് വെച്ചേക്കുന്നത്. എനിക്കിതൊക്കെ കാണുമ്പോൾ എടുത്ത് എന്താ പറയുക. അപ്പോൾ ഇവിടെ നിന്ന് ചിന്നു മേടിക്കുന്നുണ്ടോ അവിടെ നിന്ന് എന്തെങ്കിലും? ഞാൻ ഇപ്പോൾ ഇത് വാങ്ങാനായിട്ട് ഓക്കെ, ചിന്നു ഒരു നെയിൽ പോളിഷ് എന്തായാലും അവിടെ നിന്ന് മേടിക്കുകയാണ്. സോ വി ഗോണ ബിൽ ഫോർ ദാറ്റ്. വീക്കെൻഡൊക്കെ ആയതുകൊണ്ട് എല്ലാ ഷോപ്സിലും നല്ല തിരക്കുണ്ട്. കാണുന്ന കസ്റ്റമേഴ്സിൻ്റെ ക്യൂ നിൽക്കുന്നത്. അതെ, ഇതിപ്പോൾ ന്യൂ ഇയർ ആയതിനു ശേഷമുള്ള ഫസ്റ്റ് വീക്കെൻഡ് ആയതുകൊണ്ട് തന്നെ ഒരുപാട് ആൾക്കാർ ഇപ്പോഴും ടൗണിലുണ്ട്. പക്ഷേ എനിക്ക് തോന്നുന്നു നെക്സ്റ്റ് വീക്കെൻഡൊക്കെ ആവാൻ നേരത്തെ ആൾക്കാരൊക്കെ വീട്ടിലിരുന്ന് തുടങ്ങും. ബിക്കോസ് തണുപ്പ് ഭയങ്കരമായിട്ട് കൂടിക്കൊണ്ടിരിക്കുന്ന ഒരു സമയമാണ്. അപ്പോൾ നമ്മൾ രണ്ടുപേരും പ്രൈമാർക്കിൽ നിന്ന് ഐറ്റംസ് വാങ്ങുന്നുണ്ട്. ഒരു നെയിൽ പോളിഷും ജേക്കൊരു ഹാൻഡ് ഗ്ലൗസും. അതെ, അതിനുശേഷം നമ്മുടെ കയ്യിൽ വെറും 8 പൗണ്ട് ആയിരിക്കും ഉണ്ടാവുന്നത്. 8 പൗണ്ടിന് നമ്മൾ എന്തൊക്കെ ചെയ്യുമെന്നുള്ളത് നമുക്ക് നോക്കാം. താങ്ക് യു, ബൈ. അപ്പോൾ നമ്മൾ ഒരു നെയിൽ പോളിഷ് കൂടെ മേടിച്ചു. ഇപ്പോൾ ഗ്ലൗസ് ആൻഡ് നെയിൽ പോളിഷ് ആയിട്ടുണ്ട്. 2 പൗണ്ട്സ്. അതെ, ഇനി ബാക്കി നമ്മുടെ കയ്യിൽ 8 പൗണ്ട്സ് ആണുള്ളത്. 8 പൗണ്ട്സിന് നമുക്ക് എന്തൊക്കെയാണ് ഇനി ഷോപ്പ് ചെയ്യാൻ പറ്റുന്നതെന്ന് നോക്കാം. അങ്ങനെ നമ്മൾ 10 പൗണ്ട്സിൻ്റെ ഷോപ്പിംഗ് ചലഞ്ചുമായിട്ട് വന്നിട്ട് ചിന്നു വന്നിട്ട് നേരെ ഡ്യൂൺ ലണ്ടനിൽ കയറിയിരിക്കുന്നത്. ഡ്യൂൺ ലണ്ടനിൽ നിന്ന് എന്തോ ഒരു സാധനം, പക്ഷേ ഇത് നമ്മുടെ 10 പൗണ്ടിനകത്ത് നിൽക്കത്തില്ല. ഇത് എനിക്ക് തോന്നുന്നു 19 പൗണ്ട്സ് ആണ്. ഈ ഒരു ഹെഡ്ഫോൺ പോലത്തെ സാധനം. ഇത് തണുപ്പിൽ നിന്ന് പ്രതിരോധിക്കാൻ വേണ്ടിയിട്ട് ഒരു സാധനമാണ്. എനിക്ക് ഭയങ്കരമായിട്ട് ചെവിയിൽ തണുപ്പ് പിടിക്കുന്ന ഒരാളാണ്. അപ്പോൾ ഞാൻ എപ്പോഴും ഹാറ്റൊക്കെ വെച്ചിട്ടാണ് നടക്കുന്നത്. ഇതുപോലെ ഒരെണ്ണം ഞാൻ വാങ്ങിയായിരുന്നു ഓൺലൈൻ, പക്ഷെ അതെനിക്ക് ഇഷ്ടമായില്ല. പക്ഷേ ഇതെനിക്ക് ഒരുപാട് ഇഷ്ടമായി. പക്ഷേ ഇത് നമ്മൾ ചലഞ്ചിന് വേണ്ടി ഞാൻ വാങ്ങുന്നതല്ല. ഇതെന്തായാലും ആ ചലഞ്ചിനെക്കാട്ടിയും റേറ്റ് ഉണ്ട്. ബിക്കോസ് ഇത് 19 പൗണ്ട്സ് ആണെന്ന് തോന്നുന്നു. അറൗണ്ട് നമ്മുടെ നാട്ടിൽ ഒരു ഡ്യൂൺ ലണ്ടൻ എന്ന് പറഞ്ഞിട്ടുള്ളൊരു ബ്രാൻഡാണ്. എൻ്റെ ഷൂസ് ജസ്റ്റ് അവരൊന്ന് കാണിച്ചു കൊടുക്കുന്നത്. ഞാനിതിൽ നിന്ന് വാങ്ങിയതാണ്. ഡ്യൂൺ ലണ്ടൻ തന്നെ എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള ബ്രാൻഡാണ്. അപ്പം ഞാൻ ജസ്റ്റ് ഇത് വാങ്ങാമെന്ന് വിചാരിക്കുന്നത്. 40 ആയിരുന്നു, പക്ഷെ 19 ഇപ്പം കണ്ടപ്പോൾ ഞാൻ 40 പൗണ്ടിൻ്റെ ആയിരുന്നു ഇത്. അതെ, ഒറിജിനൽ പ്രൈസ്. പക്ഷെ ഇത് 19 ഭയങ്കര വർത്താണെന്ന് എനിക്ക് തോന്നുന്നു. സോ ഇത് എടുക്കാമെന്ന് വിചാരിക്കുക. അതെ, നമുക്കിത് എടുക്കാം. ബിക്കോസ് ഇന്നത്തെ വെതർ അനുസരിച്ചിട്ട് ഇന്ന് സ്നോഫോൾ ഉണ്ടാവും എന്നാണ് പറഞ്ഞേക്കുന്നത്. അപ്പോൾ സ്നോഫോളൊക്കെ ഉണ്ടെങ്കിൽ ഭയങ്കര തണുപ്പായിരിക്കും. തണുപ്പുള്ളപ്പോൾ നമുക്ക് ഇതിനൊക്കെ ആക്സസറീസ് ഭയങ്കര എസെൻഷ്യലാണ്. സോ ഇത് ചിന്നു എന്തായാലും മേടിക്കുമായിരിക്കും. സോ നമുക്കിത് പോയി ബില്ല് ചെയ്യാം. പിന്നെ ഡ്യൂൺ ലണ്ടനിൽ നിന്ന് ഒരു ചിന്നുവിൻ്റെ ആ ഒരു സാധനം മേടിച്ചിട്ടുണ്ട്. സോ ഇനി നമ്മൾ നെക്സ്റ്റ് പോകുന്നത് ഒരു കോഫി കുടിക്കാനായിട്ടാണ്. സോ കോഫി ഇവിടെ നമുക്ക് ഒരു ചെറിയ റേറ്റിന് ഒരു കോഫി ഷോപ്പ് ഞങ്ങൾ കണ്ടുപിടിച്ചിട്ടുണ്ട്. അപ്പോൾ അങ്ങോട്ട് പോയിട്ട് ഒരു കോഫി കുടിക്കാനുള്ള പ്ലാനാണ്. അൺഫോർച്ചുനേറ്റ്ലി ആ ഷോപ്പ് ക്ലോസ് ആയതുകൊണ്ട് നമുക്ക് ആ 1 പൗണ്ട് ചായ മിസ്സായേക്കാണ്. സോ അതുകൊണ്ട് നമ്മൾ വേറൊരു സ്ഥലത്ത് പോയിട്ട് ഒരു ഹോട്ട് ചോക്ലേറ്റോ അല്ലെങ്കിൽ ഒരു മോക്കയോ അങ്ങനെ എന്തെങ്കിലും കുടിക്കാമെന്ന് വിചാരിച്ചിരിക്കുകയാണ്. അപ്പം നമുക്ക് അങ്ങോട്ട് പോകാം. അപ്പം ഞങ്ങൾ ആ ഒരു കോഫി കുടിക്കാൻ പോകുന്നത് വേറെ എങ്ങും അല്ല. ഇവിടെ ഇതൊന്ന് ഡോഗ്സ് ആണ്, ഗ്ലോസ്റ്റർ കീസ് എന്നാണ് ഇതിന് പറയുന്നത്. അപ്പോൾ ഇവിടെ ഒരു ബോട്ടുണ്ട്. ഈ ബോട്ടിൻ്റെ അകത്ത് വന്നിട്ട് അവർ 2.95-ന് ഒരു കോഫി ഉണ്ട്, അവിടെ ഹോട്ട് ചോക്ലേറ്റ് ഉണ്ടാവും. അപ്പോൾ ഞങ്ങൾ കയറി അതാണ് ട്രൈ ചെയ്യാൻ പോകുന്നത്. ഇതാണ്
ഇതാണ് ആ ഒരു റെസ്റ്റോറൻറ്റ് സെറ്റപ്പ്. അപ്പോൾ എനിക്ക് തോന്നുന്നു നിങ്ങളെ കാണിക്കാൻ ഭയങ്കരമായിട്ട് ഞാൻ ബുദ്ധിമുട്ടുന്നുണ്ട്, ബിക്കോസ് ഐ എം നോട്ട് ഗുഡ് അറ്റ് വീഡിയോ. സോ വി ഗോണ ഗെറ്റ് ഇൻസൈഡ് ദിസ് വൺ. കം ഓൺ. ഇനി അതിങ്ങനെ വയ്ക്കും. It's really nice, guys. So ഇതാണ് ആ ഒരു കോഫി, ലൈക്ക് ഒരു കോഫി ഷോപ്പ്. ഇത് വന്നിട്ട് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു പ്ലാസ്റ്റിക് കീസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ നമ്മുടെ നാട്ടിലെ ബോട്ട് ജെട്ടി എന്നൊക്കെ പറയാം. അതൊക്കെ ജെട്ടി സെറ്റപ്പാണ് സാധനം. അപ്പോൾ ഇവിടെ ബോട്ട് ഇട്ടിട്ടുണ്ട്. ആ ബോട്ട് അവരൊരു കഫേ ആക്കി വെച്ചേക്കണം. അപ്പോൾ ഇവിടെ നിന്നാണ് ഞങ്ങൾ ആ ഒരു കോഫി കഴിക്കാൻ പ്ലാൻ ചെയ്യുന്നത്. സോ ചിന്നു അത് ഓർഡർ ചെയ്തിട്ടുണ്ട്. എന്താ പറയുന്നത്? hot chocolate or coffee? Hot chocolate, that's fine. Yeah, just one hot chocolate, please. അപ്പോൾ ഞങ്ങൾ ഹോട്ട് ചോക്ലേറ്റ് ഒരെണ്ണം പറഞ്ഞിട്ടുണ്ട്. ഹോട്ട് ചോക്ലേറ്റ് ഒരെണ്ണത്തിന് 2.95 pounds ആണ്, അതായത് നമ്മുടെ നാട്ടിലെ 295 രൂപ. അപ്പോൾ ഞങ്ങൾ അത് ഓർഡർ ചെയ്ത് ഇനി ഞങ്ങൾ ഇവിടെ വെയിറ്റ് ചെയ്യും കോഫി വരുന്നത് വരെ. It's not 295. Okay. It's 299. So we have got. So this is like 5 pence. So it's like 295. It's not 299. 295. Yeah. Okay. I'm not good at counting. So money. ചിന്നുവിന് ഇവിടുത്തെ കോയിൻസ് ഭയങ്കര, ഇതൊരു 5 പെൻസിൻ്റെ കോയിനാണ്. അപ്പോൾ ചിന്നു വിചാരിച്ചു ഇത് 1 pence ആണെന്ന്. ബേസിക്കലി ദിസ് ഇസ് ലൈക്ക് 5 pence. സോ കോഫിയുടെ വില എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 2.95. ഞാൻ പറഞ്ഞ പോലെ 295 രൂപ നാട്ടിലെ. അപ്പോൾ ഞങ്ങൾ ആ ഒരു കോഫി അല്ല ഹോട്ട് ചോക്ലേറ്റ് ട്രൈ ചെയ്യാൻ പോവുകയാണ്. ഞങ്ങൾ ഫസ്റ്റാണ് ഈ ഒരു വീഡിയോ ഇങ്ങനെയൊക്കെ കണ്ടന്റ് ക്രിയേറ്റ് ചെയ്യുന്നത്. അപ്പോൾ അതിൻ്റെ കുറേ ഡിഫിക്കൽട്ടീസ് എനിക്കും ഉണ്ട്, ചിന്നുവിനും ഉണ്ട്. നിങ്ങൾക്ക് അത് ഞങ്ങളിൽ നിന്ന് അക്സെപ്റ്റ് ചെയ്യുക. ഞങ്ങൾ അതെന്തായാലും ഇമ്പ്രൂവ് ചെയ്യും. കൊള്ളാമല്ലേ ഈ സെറ്റപ്പ്? ഒരുപാട് എനിക്കൊന്ന് രാത്രിയിലൊക്കെയാണ് കുറച്ചും കൂടെ ഇവിടെ ഈ ലൈറ്റിംഗ് ഒക്കെ വരുമ്പോൾ ഇരിക്കാൻ നല്ലതെന്ന് തോന്നുന്നു. സെൽഫ് സർവീസ് ആണോ അവിടെ അതോ? അല്ല, അതവർ കൊണ്ടുവരും. അപ്പോൾ നമ്മളെ കയ്യിൽ ഇനി ബാക്കി എത്ര രൂപയാണ് ചിന്നു? 5 pounds and 5 pence. ഇനി ഒരു 5 pound ഉണ്ട്, ഒരു 5 pence ഉണ്ട്. ഞങ്ങൾ ഈ 5 pound 5 പെൻസിൽ എന്താ ചെയ്യാൻ പോകുന്നതെന്ന് നമുക്ക് നോക്കാം. 5 pence. ഇനി ഒരു 5 pound ഉണ്ട്, ഒരു 5 pence ഉണ്ട്. ഞങ്ങൾ ഈ 5 pound 5 പെൻസിൽ എന്താ ചെയ്യാൻ പോകുന്നതെന്ന് നമുക്ക് നോക്കാം. നമുക്ക് ഇതിൽ നിന്ന് ഇനി നമ്മൾ ഇതിന് വേണ്ടിയിട്ട് ഒരു പ്ലാൻ ചെയ്തിട്ടില്ല. എന്താണ് നമ്മളെ പ്ലാൻ എന്ന് നമുക്ക് കണ്ടുപിടിക്കേണ്ടതുണ്ട്. ഈ 5 pence എങ്ങനെ ഞങ്ങൾ സ്പെൻഡ് ചെയ്യാൻ പോകുന്നത്. 5 pounds. ഞങ്ങൾ കാർഡ് പേയ്മെന്റ് ചെയ്യുന്ന ആൾക്കാരാ. ഞങ്ങൾക്ക് മണി ഭയങ്കര കൺഫ്യൂഷനാ. അതുകൊണ്ട് ഞങ്ങൾക്കല്ല, ഏവക്ക് 5 pounds 5 pence എന്നാ ഇപ്പം പറഞ്ഞേ. അതിങ്ങനെ താറ്റിയതാണ്. ഓക്കെ, നമുക്ക് കോഫി വരുന്നവരെ, കോഫി അല്ല ഹോട്ട് ചോക്ലേറ്റ് വരുന്നത് വരെ വെയിറ്റ് ചെയ്യാം. നോക്കാം. ആൻഡ് ഹോട്ട് ചോക്ലേറ്റ് ഈസ് കമ്മിങ് ഗൈസ്. താങ്ക് യു സോ മച്ച്. ഭയങ്കര അടിപൊളി. കൊള്ളാല്ലേ? ബാക്കി 5 pounds സ്പെൻഡ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ഗ്ലോസ്റ്റർ കീസിൻ്റെ അടുക്കോട്ട് അകത്തേക്ക് പോവുകയാണ്. അപ്പോൾ ഗ്ലോസ്റ്റർ കീസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഇവിടുത്തെ ഒരുവിധം ബ്രാൻഡഡ് ആയിട്ടുള്ള ഷോപ്സ് എല്ലാം വരുന്നത് ഗ്ലോസ്റ്റർ കീസിൻ്റെ അകത്താണ്. നമുക്ക് അതിൻ്റെ അകത്ത് കയറിയിട്ട് നമുക്ക് ബാക്കിയുള്ള ഈ ഒരു 5 pounds എവിടെ യൂട്ടിലൈസ് ചെയ്യാമെന്ന് നമുക്ക് നോക്കാം. ഓക്കെ, ലെറ്റ്സ് ഗോ. അങ്ങനെ ഞങ്ങൾ ആ ലാസ്റ്റ് 5 pounds സ്പെൻഡ് ചെയ്യാൻ വേണ്ടി ഒരു ഗിഫ്റ്റ് ഷോപ്പിലേക്ക് വന്നേക്കുവാണ്. അപ്പോൾ ഈ ഗിഫ്റ്റ് ഷോപ്പിൽ നിന്ന് എന്തെങ്കിലും മേടിക്കാൻ പറ്റുമോയെന്ന് നമുക്ക് നോക്കാം. ഇവിടെ ഒരുപാട് സാധനങ്ങളുണ്ട്. കൂടുതലും പിള്ളേർക്കുള്ള ഐറ്റംസും പിന്നെ ബുക്സും കാർഡ്സ് അങ്ങനെയുള്ള സാധനങ്ങളൊക്കെയാണ് ഇവിടെ ഉള്ളത്. ഇവിടെ ഇതൊന്നും ഞങ്ങൾക്ക് ഒരു ഉപയോഗം ഉണ്ടാകുന്ന സാധനങ്ങളല്ല. സോ മേടിച്ചിട്ട് കാര്യമില്ല. ഞാനാണെങ്കിൽ ബുക്ക് വായിക്കുന്ന ആളെ അല്ല. അങ്ങനെ ആയിരുന്നെങ്കിൽ വല്ല ബുക്കും വായിക്കായിരുന്നു. ഇവിടെ ഒരു സാധനവും ഇല്ല ഗൈസ്. ഇവിടെ അങ്ങനെ പ്രത്യേകിച്ച് നല്ല സാധനങ്ങൾ ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. നമുക്ക് ഇവിടെ തന്നെ കണ്ടിന്യൂ ചെയ്യണം. നമുക്ക് വേറെ ഷോപ്പിൽ നോക്കിയാലോ? ഓക്കെ, നമുക്ക് വേറെ ഷോപ്പിലേക്ക് പോകാം.
അങ്ങനെ ഞങ്ങൾ ഇപ്പോൾ എമ്മാൻഡസിലാണുള്ളത്. ചിന്നു ഇവിടെ എന്തെങ്കിലും നമ്മുടെ ആ ഒരു ബഡ്ജറ്റിൻ്റെ അകത്ത് എന്തെങ്കിലും കിട്ടുമെന്നുള്ളത് നോക്കിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇന്ന് നമ്മുടെ കയ്യിൽ ബാക്കി 5 പൗണ്ട്സ് ആണുള്ളത്. ചിന്നു എന്തെങ്കിലും കിട്ടിയോ 5 പൗണ്ട്സിന് അണ്ടറിൽ വരുന്നത് നമുക്ക് എന്തെങ്കിലും മേടിക്കാൻ പറ്റുന്നത്? ഷോർട്സ് ടോപ്സ് ഒക്കെ ഞാനിങ്ങനെ നോക്കി വന്നപ്പോൾ 5 പൗണ്ടൊക്കെ കിടക്കുന്നുണ്ട്. 5 പൗണ്ട്സ് ഇതിപ്പോൾ 5 പൗണ്ടിൻ്റെ ആണ്. നമുക്ക് 5 പൗണ്ട്സിന് താഴെ എന്തെങ്കിലും ഉണ്ടോ നോക്കാം. ടോപ്സ് നോക്കാം. ഇതൊരു 250 ടോപ്പാണ്. 250 മീൻസ് 2.5 പൗണ്ട്സ്. 2.5 ക്ലിയറൻസ് പ്രൈസ് ആണ്. ഓക്കെ, ആ സാധനം നിനക്ക് ഇഷ്ടപ്പെട്ടോ? അത് ലാർജ് സൈസാണ് ആക്ച്വലി. എനിക്ക് സ്മോൾ സൈസാണ്. സ്മോൾ ഉണ്ടോ എന്ന് നോക്ക്. സ്മോൾ നമുക്ക് ക്ലിയറൻസ് കിട്ടില്ല. ചിന്നു എന്തെങ്കിലും കിട്ടോ? ഒരെണ്ണം കൂടെ ഞാൻ കണ്ടുപിടിച്ചു. 250 പൗണ്ട് അല്ല 2.5. 2.50 ഇവിടെ 250 എന്നാണ് പറയുക. എനിക്ക് ഇത് ജസ്റ്റ് ഒന്ന് ട്രയൽ ചെയ്ത് നോക്കണം. കാരണം ഇതെനിക്ക് സൈസ് ആകുമെന്ന് ജസ്റ്റ് ഒന്ന് ട്രയൽ ചെയ്ത് നോക്കേണ്ട ആവശ്യമുണ്ട്. നമ്മൾ മേടിക്കുന്നത് നമ്മൾ ഒരിക്കലും നമുക്ക് ഇടാൻ പറ്റാതാവാൻ പാടില്ലല്ലോ. അപ്പം ജസ്റ്റ് ഒന്ന് ഞാനൊന്ന് ട്രയൽ ചെയ്തിട്ട് വരാം. ഞാനിവിടെ നോക്കി വന്നപ്പോൾ ഒരു ടോപ്പും കൂടെ ഞാൻ കണ്ടുപിടിച്ചു 2.5 പൗണ്ടിന്. ഇതും കൂടെ നമുക്കൊന്ന് ട്രയൽ ചെയ്ത് നോക്കാം. ഏതെങ്കിലും ഒരെണ്ണം എടുക്കാം. Let's go. ചിന്നു ആ ഒരു ടോപ്പ് ട്രൈ ചെയ്തു. സോ അത് ശരിക്കും ചേരുന്നുണ്ട്. അപ്പോൾ നമുക്കിത് ഫിക്സ് ചെയ്താലോ? ഇത് ഫിക്സ് ചെയ്യാം. ഓക്കെ, മറ്റേത് രണ്ടും ലാർജ് ആണ് എനിക്ക്. ഓക്കെ, ഇത് എടുക്കാം. ഓക്കെ, എടുത്തു. നമ്മൾ ഈ ടോപ്പാണ് ഫൈനലി നമ്മൾ ഫിക്സ് ചെയ്ത് ഫൈനലൈസ് ചെയ്ത് മേടിച്ചിട്ട് ഇതിന് പേ ചെയ്യാം. So these ones I താങ്ക് യു. 2 പൗണ്ട്സ് ഉണ്ടായിരുന്നുള്ളൂ അല്ലേ? താങ്ക് യു. 2 പൗണ്ട്സ് ഉണ്ടായിരുന്നുള്ളൂ അല്ലേ? ടു പൗണ്ട്സ് അല്ലേ ഉണ്ടായിരുന്നുള്ളൂ? അതെ, 2 പൗണ്ട്സ് ഉണ്ടായിരുന്നുള്ളൂ. അതിൽ 2.5 എന്നായിരുന്നു, പക്ഷേ അവർ ബില്ല് ചെയ്തപ്പോൾ അത് 2 പൗണ്ട്സ് ഉണ്ടായിരുന്നുള്ളൂ. സോ നമ്മൾ അതിലൊരു 50 പെൻസ് വീണ്ടും സേവ് ചെയ്തിട്ടുണ്ട്. നാട്ടിലെ 50 രൂപ. ഓക്കെ, നമ്മുടെ കയ്യിൽ ഇനി ബാക്കി എത്ര രൂപയുണ്ട്? 3 പൗണ്ട് 5 പെൻസ് ഉണ്ട്. നമുക്ക് പോയി ഇനി അടുത്ത എന്താ ചെയ്യാൻ പറ്റുന്നത് നോക്കാം. നമ്മുടെ കയ്യിൽ ഇനി ബാക്കി 3 പൗണ്ട്സ് 3 പൗണ്ട് 5 പെൻസ് ആണുള്ളത്. അപ്പോൾ നിങ്ങൾ ഈ ഒരു 3 പൗണ്ട് സ്പെൻഡ് ചെയ്യാനായിട്ട് നിങ്ങൾ ലാസ്റ്റ് കയറാൻ പോകുന്നത് ഗിഫ്റ്റ് കമ്പനിയിലോട്ടാണ്. ഗിഫ്റ്റ് കമ്പനിയിലാണ്. ഇതാണ് ഗിഫ്റ്റ് കമ്പനി ഷോപ്പ്. സോ ഇവിടെ വെച്ച് ഞങ്ങൾ ചെയ്യാൻ പോകുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ചിന്നു എനിക്ക് എന്തെങ്കിലും മേടിക്കും, ഞാൻ ചിന്നുവിന് എന്തെങ്കിലും മേടിക്കും. അപ്പോൾ ഇവിടുത്തെ സാധനങ്ങൾ നമ്മുടെ ഈ ഒരു ബഡ്ജറ്റിൻ്റെ അകത്ത്, അതായത് അറിയത്തില്ല. 3 പൗണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 300 രൂപയാണ് നാട്ടിലത്തെ. അപ്പോൾ നമുക്ക് എന്തായാലും അകത്ത് കയറി നോക്കാം. ഓക്കെ, ഇതാണ് ഷോപ്പ്. ഇവിടെ ഒരുപാട് നല്ല സാധനങ്ങളുണ്ട്. ബേസിക്കലി ലൈക്ക് സോ മെനി ഗിഫ്റ്റ് ഐറ്റംസ് ഇവിടെ ഉണ്ട്. സോ ഞാൻ ഓരോന്നായിട്ട് കാണിച്ചു തരാം. ഞാൻ ചിന്നുവിനെ ബാക്ക്ഗ്രൗണ്ടിലാക്കിയിട്ട് കാണിച്ചു തരാം. ഇവിടെ ഞാനത് നമ്മളുടെ ബഡ്ജറ്റിനൊത്തൊരു സംഭവം കണ്ടു. ഒരു കാലണ്ടർ ആൻഡ് പെന്നാണിത്. 299. പക്ഷെ അത് ഇതൊരു ബാക്കപ്പ് ആയിട്ട് വെക്കാം. എന്നിട്ട് നമുക്ക് വേറെ നോക്കാം എന്തെങ്കിലും ഉണ്ടോന്ന്. പക്ഷെ അത് എടുക്കുകയാണെങ്കിൽ അത് ഒരാൾക്കല്ലേ, നിനക്ക് എനിക്ക് മേടിച്ചു തരാനല്ലേ പറ്റത്തുള്ളൂ. എനിക്ക് അങ്ങോട്ടൊന്നും തിരിച്ച് മേടിച്ചു തരാൻ പറ്റത്തുള്ളൂ. ബിക്കോസ് അതും ശരിയാണ്. നമുക്ക് അതിന് നമ്മുടെ ബഡ്ജറ്റിൽ ഒതുങ്ങുന്ന എന്തെങ്കിലും സാധനം കിട്ടുമെന്ന് നോക്കാം. ഇവിടെ 3 പൗണ്ട്സ് ആണുള്ളത്. ഓക്കെ, 3 പൗണ്ട്സ് ആണുള്ളത്. ഇവിടെ ഒരുപാട് ഗിഫ്റ്റ് ഐറ്റംസ് വളരെ റേറ്റ് കുറഞ്ഞ രീതിയിൽ, അതായത് നമുക്ക് അഫോർഡബിൾ ആയിട്ടുള്ള പ്രൈസിലുണ്ട്. ഇതൊക്കെ എന്ത് രസമാണെന്ന് നോക്കിയേ. ഇപ്പോൾ ഇതൊക്കെ ഭയങ്കര റിയലിസ്റ്റിക് ആയിട്ടാണ് അവർ ചെയ്തേക്കുന്നത്. ശരിക്കും ലെതർ ആണോ തോന്നുന്നു? ഒറിജിനൽ ലെതർ ആണോ തോന്നുന്നുണ്ട്? ഒറിജിനൽ ലെതർ ആവത്തില്ല, പക്ഷേ കൈൻഡ് ഓഫ് ഒരു മെറ്റീരിയലാണ് യൂസ് ചെയ്തേക്കുന്നത്. ഈ സാധനം എനിക്കിവിടെ ഭയങ്കര ഇഷ്ടമാണ്. ഇത് നമ്മുടെ ഈ ഡോറൊക്കെ അടയാനായിട്ട്
അടയാതിരിക്കാനായിട്ടൊക്കെ വയ്ക്കുന്നത്. അത്യാവശ്യം വെയിറ്റ് ഉള്ള ഒരു സംഭവമാണ്. ഓക്കെ, എവളും ഇതുവരെ കണക്കിരിക്കുന്നില്ലേ. അപ്പോൾ ഞാൻ എൻ്റെ സൈഡിൽ നിന്ന് നോക്കട്ടെ എന്തെങ്കിലും സാധനങ്ങളുണ്ടോ എന്ന്. ഏതാ? ഓക്കെ, സോ കാർഡ്സ് ഉണ്ട് 1 പൗണ്ടിന്. അപ്പോൾ ഞാൻ ചിന്നുവിന് എന്തായാലും ഒരു കാർഡ് മേടിക്കാം. നിനക്ക് ഞാൻ 2 പൗണ്ട് തന്നിട്ടുണ്ട്. 2 പൗണ്ടിന് നിനക്ക് എന്തെങ്കിലും കണ്ടുപിടിക്കാം. ഞാൻ എന്തെങ്കിലും കാർഡ് സെലക്ട് ചെയ്യാൻ പറ്റുമോ നോക്കട്ടെ. അതെ, നിനക്ക് 2 പൗണ്ട്സ് ഉണ്ട്. വെൽക്കം ബേബി ഗേൾ. ഇത് മേടിച്ചു കൊടുത്തോളാം. അത് വേണ്ട, നമുക്ക് റെയർ ടു മീറ്റ് എ മാൻ ടു ബ്രില്യൻറ്റ്. You're not only a wonderful wife. Oh, there's the one. Okay guys, keep pushing, keep working, being awesome. I think this is something which I am going to buy for Chinnu, because this is like 3.25 pounds actually. 325 രൂപയാണ് ഈ ഒരു കാർഡിന്. പക്ഷേ ഇവിടെ ഓഫറിൽ ഇപ്പോൾ 1 poundsൽ നമുക്ക് കിട്ടുന്നുണ്ട്. സോ ഐ എം ഗോയിങ് ടു ബൈ ദിസ് ഫോർ Chinnu. സോ ഡിഡ് യു ഫൈൻഡ് സംതിങ് ഫോർ മീ ലൈക്ക്? നല്ല അടിപൊളി ബുദ്ധനൊക്കെ ഉണ്ട് കേട്ടോ. നല്ല രസം കാണാനായിട്ട്. ഗിഫ്റ്റ് ചെയ്യാനായിട്ട് ഭയങ്കര നല്ലൊരു പ്രൊഡക്റ്റാണ്. എത്ര രൂപയത്? നല്ലൊരു പീസാണല്ലേ. 149, അതായത് 150 പൗണ്ട്, 15,000 രൂപയാണ് ആ ഒരു ബുദ്ധൻ്റെ ആ ഒരു കാര്യത്തിന്. ചിന്നു എന്തെങ്കിലും കിട്ടിയോ? ഇലക്ട്രിക് ഫുഡ് സ്പാ. ഓക്കെ, that's 2 pounds. Price is 7.99. Okay. Discounted price 2 pound. Okay, so this is like അത് നമുക്ക് ബ്ലാക്ക് കളർ നന്നായിട്ടിരിക്കുന്നില്ലേ? ആ ബ്ലാക്ക് കളർ, ആ ഒരു ഗ്രേ ആയിട്ടുള്ളത്. ഇത് എൻ്റെ ഗിഫ്റ്റാണ്, ഞാനാണ് ഗിഫ്റ്റ് ചെയ്യുന്നത്. ഓക്കെ, നോക്കാം. ചെയ്യുന്നില്ലേ? വർക്ക് ചെയ്യുന്നില്ലേ? അതിൻ്റെ അകത്ത് എന്തെങ്കിലും? ഓ, നമ്മളിതിൽ ബാറ്ററി മേടിച്ച് വേണോ? ഇടണം. സോ അപ്പോൾ ഇതിൽ വർക്ക് ചെയ്യുന്നുണ്ടല്ലോ, അത് ബാറ്ററി ഓൾറെഡി ഉണ്ടോ? ഓക്കെ, എന്നാൽ ഓൾറെഡി ബാറ്ററി ഉള്ളത് എടുത്തോ, നമുക്ക് എക്സ്ട്രാ സ്പെൻഡ് ചെയ്യണ്ടല്ലോ. അതെ, എനിക്കിഷ്ടമായി. പക്ഷേ ഇത് വർക്ക് ചെയ്യാൻ ചാൻസ് ഉണ്ടല്ലോ. ഇത് ഡിസ്പ്ലേ പീസാണ്. ആ ഓക്കെ ഓക്കെ, അപ്പോൾ നമുക്ക് ബ്ലാക്ക് മേടിക്കാം. എന്നിട്ട് ബാറ്ററി വീട്ടിലുണ്ടല്ലോ. ജസ്റ്റ് ബാക്കിൽ ഡിസ്പ്ലേ പീസ് ഉണ്ടോ നോക്കാം. ഇപ്പോൾ ചിന്നു അത് ഫിക്സ് ചെയ്തു. ഒരു ബാറ്ററി ഇടാത്ത ഡിസ്പ്ലേ പീസ് അല്ലാത്തത് എടുക്കുക, നമുക്കത് ബില്ല് ചെയ്യാം. ഇതെടുത്താലോ? ഓക്കെ, എടുക്കാം. അപ്പോൾ ഞങ്ങൾ 3 പൗണ്ടിന് 2 ഗിഫ്റ്റ് ഐറ്റംസ് മേടിച്ചിട്ടുണ്ട്. ചിന്നുവിന് ഞാനൊരു മോട്ടിവേറ്റിംഗ് ആയിട്ടുള്ള ഒരു സാധനവും, അതുപോലെ ചിന്നു വന്നിട്ട് എനിക്കൊരു ചെറിയ ഞാൻ ഈ സാധനം തട്ടി താഴെയിട്ടു. സോറി ഫോർ ദാറ്റ്, സോറി. ഓക്കെ, നമുക്കത് ബില്ല് ചെയ്യാം. ബൈ. നോ താങ്ക് യു. അപ്പോൾ ഈ സാധനം അപ്പോൾ അവിടെ നിന്ന് ആ ഒരു 2 ഗിഫ്റ്റ് ഐറ്റംസ് മേടിച്ചു. നമ്മുടെ കയ്യിൽ ഇനി ബാക്കി 6 പെൻസ് ഉണ്ട്. അതായത് നാട്ടിലത്തെ 60 രൂപ നമ്മുടെ കയ്യിൽ ബാക്കിയുണ്ട്. അപ്പോൾ ഞങ്ങൾ 10 ഡേ ഷോപ്പിംഗ് ഭയങ്കര അടിപൊളിയായിട്ട് സ്പെൻഡ് ചെയ്തു. എക്സെപ്റ്റ് ചിന്നു ആ ഒരു ഡ്യൂൺ ലണ്ടനിൽ നിന്ന് മേടിച്ച ആ ഒരു സാധനമല്ലാതെ, ചിന്നു ഡ്യൂൺ ലണ്ടനിൽ നിന്ന് ആ ഒരു 19 പൗണ്ട്സ് ഓഫ് സാധനം, അത് നമ്മുടെ ആ ഒരു ഇതിൽ വരുന്നതല്ല. ഞങ്ങൾ ആകെ ആ ഒരു 10 പൗണ്ട്സിന് സ്പെൻഡ് ചെയ്യണമെന്നുള്ളതായിരുന്നു ഞങ്ങൾ ഇന്നത്തെ ഒരു ഡേറ്റ് ചലഞ്ച്. അത് നമ്മൾ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഞങ്ങൾ എന്തൊക്കെ ചെയ്തു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ആദ്യം എന്തായിരുന്നു വെച്ചാൽ ഗ്ലൗസ് മേടിച്ചായിരുന്നു പ്രൈമാർക്കിൽ നിന്ന്. ആദ്യം നമ്മൾ H&M പോയി, അപ്പോൾ അവിടെ ഒന്നും ഉണ്ടായിരുന്നില്ല. ഗ്ലൗസ് മേടിച്ചു പ്രൈമാർക്കിൽ നിന്ന്.
പിന്നെ അവിടെ നിന്ന് വന്നിട്ട് ഞങ്ങളൊരു കോഫി കുടിച്ചു. ഇല്ല, പ്രൈമാർക്കിൽ നിന്ന് തന്നെ ഞാൻ ഒരു നെയിൽ പോളിഷും അതെ, ചിന്നു പ്രൈമാർക്കിൽ നിന്ന് നെയിൽ പോളിഷ് മേടിച്ചു. പിന്നെ കോഫി കുടിച്ചു. പിന്നെ ഇവിടെ വന്നിട്ട് എം&എസ് ഒരു ടോപ്പ് എടുത്തു. പിന്നെ ഗിഫ്റ്റ് അങ്ങോട്ടും ഇങ്ങോട്ടും മേടിച്ചു. അപ്പോൾ ഞങ്ങൾ 10 പൗണ്ട്സ് ഭയങ്കര അടിപൊളിയായിട്ട് സ്പെൻഡ് ചെയ്തു. ഹാപ്പിയാണ്, നല്ല ഞങ്ങൾ വേർത്താണ്. 10 പൗണ്ടിന് ഞങ്ങൾ വാങ്ങി സംഭവങ്ങൾ വാങ്ങി. ഞങ്ങൾക്ക് ഇത്രയും മേടിക്കാൻ പറ്റുമെന്ന് അറിയത്തില്ലായിരുന്നു. ഞങ്ങൾ ശരിക്കും ഓർത്തില്ല 10 പൗണ്ടിന് ഇത്രയെങ്കിലും ചെയ്യാൻ പറ്റുമെന്ന് ഓർത്തില്ല. പക്ഷെ എന്നാലും ഇത്രയും സംഭവങ്ങളൊക്കെ കിട്ടി, അതുകൊണ്ട് ഹാപ്പിയാണ്. ഇപ്പൊ കേറിയപ്പോ ഇതേ കണ്ടില്ലേ, നല്ല ലൈറ്റ് ഒക്കെ ഉണ്ടായിരുന്നു. ഇപ്പൊ ഡാർക്കായി. ഇവിടെ പെട്ടെന്ന് തന്നെ ഇരുട്ടാവും. ഒരു 4:15 ഇവിടുത്തെ സമയം 4:15 ഉള്ളൂ. അപ്പം ഞങ്ങൾ ഈ സാധനം ഇത്രയും മേടിച്ചു. അടിപൊളിയായിട്ടുണ്ട്. ഓക്കെ, നമുക്ക് ഇവിടെ ജസ്റ്റ് ലൈറ്റിങ്ങും കൂടെ ഒന്ന് കാണിച്ചു കൊടുക്കണം. നല്ല ഭംഗിയുണ്ട് ഇവിടെ. പക്ഷേ അത് ക്യാമറയിൽ കിട്ടുമെന്ന് എനിക്ക് അറിയത്തില്ല. നമ്മുടെ ഡോഗ്സ് ഇവിടെ കുറച്ച് വിൻ്റർ പരിപാടികൾ, വിൻ്റർ ആയതുകൊണ്ട് മറ്റേ സ്നോ സ്കേറ്റിംഗ് അങ്ങനെ കുറച്ച് സാധനങ്ങളൊക്കെ ഉണ്ട്, നടക്കുന്നുണ്ട് അവിടെ. ഞങ്ങൾ വരുന്ന വീഡിയോയിൽ ഞങ്ങൾ ഈ ഒരു ഏരിയ നല്ല രീതിയിൽ കാണിച്ചു തരാം. ഓക്കെ, അപ്പോൾ നമ്മൾ ഈ ഒരു വീഡിയോ വൈൻഡപ്പ് ചെയ്യുവാണ്. അപ്പോൾ ബൈ പറ ചിന്നു. സോ എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ പ്ലീസ് ടു ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്. ഞങ്ങൾ അടുത്ത വീഡിയോ ആയിട്ട് വീണ്ടും വരുന്നതായിരിക്കും. അപ്പോൾ ഞങ്ങൾ ഞങ്ങളുടെ ഹോം ടൗൺ ഒക്കെ കാണിച്ചു തരാം. സോ അതുവരെ ബൈ ബൈ.